നമസ്കാരം, ഈവനിംഗ് ബിസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാമ്പത്തിക വർഷത്തിന്റെ പകുതിയോടെ ബാങ്കിംഗ് മേഖലയിൽ കിട്ടാക്കടം വർദ്ധിക്കാൻ സാധ്യതയെന്ന് റിപ്പോർട്ട്. സുരക്ഷിതമല്ലാത്ത വായ്പകളുടെ എണ്ണം കൂടുന്നത് വെല്ലുവിളി. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായാൽ എണ്ണവില കുതിക്കുമെന്ന് അഭ്യൂഹം. ബ്രെന്റ് ക്രൂഡ് ബാരൽ $150 തൊടുമെന്ന് വിദഗ്ധർ. സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിക്ക് ശേഷം ഡിസംബറിൽ വീണ്ടും റിപ്പോ നിരക്ക് കുറയ്ക്കാൻ സാധ്യത. സമ്പദ്വ്യവസ്ഥയിൽ പണലഭ്യത ഉറപ്പാക്കാൻ റിസർവ് ബാങ്ക് ഇടപെടൽ വേണ്ടിവരുമെന്നും റിപ്പോർട്ട്. ഇന്ത്യൻ വിപണിയിൽ വിദേശ നിക്ഷേപകരുടെ പണമൊഴുക്കൽ തുടരുകയാണ്. ഒരാഴ്ചക്കിടെ നിക്ഷേപിച്ചത് 3346 കോടി രൂപ. ഇറാൻ ഇസ്രായേൽ സംഘർഷം വെല്ലുവിളി. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലേക്ക്. ഇന്ത്യ കാനഡ സാമ്പത്തിക സഹകരണം പുനരാരംഭിക്കുമെന്ന് സൂചന. വിശദമായ വാർത്തകൾ നോക്കാം. സാമ്പത്തിക വർഷത്തിന്റെ പകുതിയോടെ ബാങ്കിംഗ് മേഖലയിൽ കിട്ടാക്കടം വർദ്ധിക്കാൻ സാധ്യതയെന്ന് റിപ്പോർട്ട്. സുരക്ഷിതമല്ലാത്ത വായ്പകളുടെ എണ്ണം കൂടുന്നത് വെല്ലുവിളിയാകും. ബാങ്കുകളിലെ നിഷ്ക്രിയ ആസ്തി വർദ്ധിക്കുമെന്നാണ് കെയറഡ്ജി റേറ്റിംഗിന്റെ റിപ്പോർട്ട് നൽകുന്ന മുന്നറിയിപ്പ്. ചെറുകിട വായ്പ എടുക്കുന്നവരുടെ തിരിച്ചടവ് മുടങ്ങുന്നതാണ് കിട്ടാക്കടം ഉയർത്തുന്നത്. ഇതിൽ കൂടുതലും വ്യക്തിഗത മൈക്രോ ഫിനാൻസ് വായ്പകളാണ്. രാജ്യത്ത് ഗാർഹിക കടം വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരം ഈടില്ലാത്ത വായ്പകളിൽ നിന്ന് മുതൽ തിരിച്ചുപിടിക്കാൻ വെല്ലുവിളിയാവും. വാണിജ്യ ബാങ്കുകളുടെ നിഷ്ക്രിയ ആസ്തി അനുപാതം കഴിഞ്ഞ മാർച്ചിൽ 2.3% നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ ഇത് ഏകദേശം 2.3 മുതൽ 2.4% ആവുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. സാധാരണ ഒരു വായ്പയ്ക്ക് മേലുള്ള മുതലിന്റെയോ പലിശയുടെയോ തിരിച്ചടവ് 90 ദിവസത്തിൽ കൂടുതൽ വൈകുമ്പോഴാണ് നിഷ്ക്രിയ ആസ്തിയായി കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായാൽ എണ്ണവില കുതിക്കുമെന്ന് അഭ്യൂഹം. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $150 തൊടുമെന്ന് വിദഗ്ധർ. ഇസ്രയേൽ ഇറാൻ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുമെന്ന വിലയിരുത്തലുകളുടെ പിന്നാലെയാണ് ക്രൂഡ് വില ഉയരുന്നത്. പശ്ചിമേഷ്യയിൽ ഇക്കാലം അത്രയും നടന്ന സംഘർഷങ്ങൾ നേർക്കുനേർ യുദ്ധങ്ങളായി മാറിയിട്ടില്ല. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല. വലിയ യുദ്ധത്തിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നാൽ മേഖലയിൽ എണ്ണ വിതരണം തടസ്സപ്പെടും. ഇത് ആഗോളതലത്തിൽ വിതരണം കുറയ്ക്കും. സ്വാഭാവികമായും വില ഉയരും. സംഘർഷം ഇറാനും ഇസ്രയേലും തമ്മിലാണെങ്കിലും പ്രധാന എണ്ണ ഉൽപാദക രാഷ്ട്രങ്ങൾ അയൽ രാജ്യങ്ങളാണെന്നതും വെല്ലുവിളിയാണ്. സൗദി അറേബ്യയുടെയോ UAEയുടെയോ ഖത്തറിന്റെയോ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ എണ്ണ വിപണി സംഘർഷഭരിതമാകും. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതം നിയന്ത്രിക്കപ്പെട്ടാലും വിഷയമാവും. ക്രൂഡ് വില ബാരലിന് $120 റാബോ ബാങ്ക് ഇന്റർനാഷണലിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് സംഘർഷം ഇന്ധനവില വർദ്ധിപ്പിക്കില്ലെന്നാണ് S&P ഗ്ലോബൽ കമ്മോഡിറ്റി ഇൻസൈറ്റ്സിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മറിച്ചാണെങ്കിൽ ക്രൂഡ് വില $150 അവർ വ്യക്തമാക്കി. അതേസമയം എണ്ണ ഉപയോഗത്തിന്റെ 80% ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ എണ്ണവിലയിലെ ഏതൊരു ചഞ്ചാട്ടവും രാജ്യത്തിന് ദോഷമാണ്. എണ്ണവില കൂടിയാൽ വിദേശ നാണ്യ ചെലവഴിക്കൽ കൂടും. രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിക്കേണ്ടി വരും. ഇത് അവശ്യവസ്തുക്കളുടെ വിലക്കയറ്റത്തിനും ഇടയാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിക്ക് ശേഷം ഡിസംബറിൽ വീണ്ടും റിപ്പോ നിരക്ക് കുറയ്ക്കാൻ സാധ്യത. സമ്പദ്വ്യവസ്ഥയിൽ പണലഭ്യത ഉറപ്പാക്കാൻ റിസർവ് ബാങ്ക് ഇടപെടൽ വേണ്ടിവരുമെന്നും റിപ്പോർട്ട്. ഏഞ്ചൽ വണ്ണിന്റെ അയോണിക് വെൽത്ത് എന്ന് പേരിട്ടിരിക്കുന്ന റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. വരും മാസങ്ങളിലെ റിസർവ് ബാങ്ക് പണനയത്തിൽ റിപ്പോ നിരക്കിൽ കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇക്കാര്യം ശരിവെക്കുന്ന റിപ്പോർട്ട് ഈ വർഷം അവസാനത്തോടെ, അതായത് ഡിസംബറോടെ നിരക്ക് കുറച്ചേക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. 2026 സാമ്പത്തിക വർഷത്തേക്കുള്ള പണപ്പെരുപ്പ ലക്ഷ്യം RBI ഇതിനകം 3.7% പരിഷ്കരിച്ചിട്ടുണ്ട്. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ പണപ്പെരുപ്പം 2.9% പ്രതീക്ഷിക്കുന്നു. ഭക്ഷ്യവിലയിലെ ഈ കുറവുകൾ നിരക്ക് കുറയ്ക്കലിനെ പിന്തുണയ്ക്കും. ഭൗമരാഷ്ട്രീയ സംഘർഷം, വ്യാപാര കരാറുകൾ തുടങ്ങിയ ആഗോള വെല്ലുവിളികൾ സമ്പദ് വ്യവസ്ഥയിൽ വീണ്ടും ആഘാതം സൃഷ്ടിക്കാം. ഇവ മറികടക്കുന്നതിന് റിസർവ് ബാങ്ക് സമ്പദ് വ്യവസ്ഥയിലേക്ക് വീണ്ടും പണം എത്തിക്കേണ്ടി വരുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ.
പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ്, ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ഇന്ത്യൻ വിപണിയിൽ വിദേശ നിക്ഷേപകരുടെ പണമൊഴുക്കൽ തുടരുകയാണ്. ഒരാഴ്ചയ്ക്കിടെ നിക്ഷേപിച്ചത് 3346 കോടി രൂപ. എന്നാൽ ഇറാൻ-ഇസ്രായേൽ സംഘർഷം വെല്ലുവിളിയാകുമെന്ന് വിദഗ്ധർ. റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് വിദേശ നിക്ഷേപകർ പണമൊഴുക്ക് നടത്തിയത്. വിപണി സാഹചര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടത് നിക്ഷേപകർക്ക് ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട്. ഒപ്പം US-ൽ വിലക്കയറ്റം വർദ്ധിച്ചതും ആദ്യപാദത്തിൽ GDP 0.3% ഇടിഞ്ഞതും വിദേശ നിക്ഷേപകരെ പുതിയ സാധ്യതകൾ തേടാൻ നിർബന്ധിതരാക്കിയിരുന്നു. എന്നാൽ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വിപണിക്ക് വീണ്ടും വെല്ലുവിളി ഉയർത്താനുള്ള സാധ്യതയുണ്ടെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാൻ-ഇസ്രായേൽ സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ വിദേശ നിക്ഷേപകർ 3275 കോടി പിൻവലിച്ചിട്ടുണ്ടെന്നാണ് NSDL ഡേറ്റ വ്യക്തമാക്കുന്നത്. ഇത് ഒരു മുന്നറിയിപ്പാണെന്ന് വിപണി വിദഗ്ധരും വ്യക്തമാക്കി. ഇന്ത്യ പോലുള്ള വളർന്നുവരുന്ന വിപണികളെ യുദ്ധം പോലുള്ള അവസ്ഥകൾ പെട്ടെന്ന് ബാധിക്കുമെന്നും വിദേശ നിക്ഷേപ ഒഴുക്കിൽ സ്ഥിരത കൈവരിക്കൽ ആഗോള സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലേക്ക്. ഇന്ത്യ-കാനഡ സാമ്പത്തിക സഹകരണം പുനരാരംഭിക്കുമെന്ന് സൂചന. തിങ്കളാഴ്ച ആരംഭിക്കുന്ന ഉച്ചകോടിയുടെ ഭാഗമായി സുരക്ഷ, ഊർജം, AI സാങ്കേതികവിദ്യ മേഖലകളിലെ സഹകരണത്തിന് വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി മോദി ചർച്ച നടത്തും. ഈ മേഖലകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയായിരിക്കും അദ്ദേഹത്തിന്റെ അജണ്ട. ആഗോള ബിസിനസ് നേതാക്കളുമായും അന്താരാഷ്ട്ര സംഘടനാ പ്രതിനിധികളുമായും മോദി കൂടിക്കാഴ്ച നടത്തുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, US, UK എന്നിവ ഉൾപ്പെടെ ലോകത്തിലെ 7 വികസിത സമ്പദ് വ്യവസ്ഥകളും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടുന്നതാണ് G7. AI, ക്വാണ്ടം എനർജി എന്നിവയിൽ പുതിയ പങ്കാളിത്തങ്ങൾ, സാങ്കേതിക കൈമാറ്റം, ഗ്രീൻ എനർജി പ്രോത്സാഹനം എന്നിവ ഉച്ചകോടിയുടെ ഭാഗമായി രാജ്യത്തിന് നേടാൻ സാധിച്ചേക്കും. അതേസമയം ഇന്തോ-കാനഡ വ്യാപാര നിക്ഷേപ ചർച്ച വീണ്ടും ആരംഭിക്കുന്നതിനും ഇത് വഴിയൊരുക്കും. നേരത്തെ തന്നെ കനേഡിയൻ പെൻഷൻ ഫണ്ടുകൾക്ക് ഇന്ത്യയിൽ നിക്ഷേപമുണ്ട്. ഇത്തരത്തിലുള്ള കൂടുതൽ നിക്ഷേപങ്ങൾ രാജ്യത്ത് എത്തിയേക്കും. പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ, ഹരിതോർജ്ജ മേഖലകളിലായിരിക്കും നിക്ഷേപം എത്തുകയെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബോയിംഗ് ഡ്രീം ലൈനർ വിമാനങ്ങളുടെ സാങ്കേതിക പരിശോധന കർശനമാക്കാൻ കേന്ദ്രം. ഇതിനായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചതായും കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു അറിയിച്ചു. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചു. നിലവിൽ 8 വിമാനങ്ങൾ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കിയതായും കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു പറഞ്ഞു. DNA പരിശോധന തുടരുകയാണ്. എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വ്യോമയാന സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല. AIB സാങ്കേതിക തലത്തിൽ അന്വേഷണം നടക്കുമെന്നും ഉന്നതതല സമിതിയുടെ ആദ്യ യോഗം തിങ്കളാഴ്ച നടക്കുമെന്നും മന്ത്രി അറിയിച്ചു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ വളരെ വേഗം അന്വേഷണം തുടങ്ങിയതായി കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു പറഞ്ഞു. കൂടുതൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി സംഘം വിപുലീകരിക്കും. ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലെ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയുടെ ഭാഗമായാണ് ഉന്നതതല സമിതി രൂപീകരിച്ചത്. ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് സമിതി. 3 മാസത്തെ സമയമാണ് റിപ്പോർട്ടിനായി നൽകിയിരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിലെത്തി. പവന് 200 രൂപയും ഗ്രാമിന് 25 രൂപയുമാണ് ഇന്ന് കൂടിയത്. ഇതോടെ പവന് 74,560 രൂപയും ഗ്രാമിന് 9,320 രൂപയുമാണ് ഇന്നത്തെ നിരക്ക്. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇന്ന് വർധനവുണ്ട്. ഗ്രാമിന് 20 രൂപ ഉയർന്ന് 7,645 രൂപയിലാണ് വ്യാപാരം. അതേസമയം വെള്ളിവിലയിൽ ഇന്ന് മാറ്റമില്ല. ഗ്രാമിന് 115 രൂപ എന്ന നിരക്കിലാണ് വ്യാപാരം നടന്നത്. കേരള വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. അടുത്ത 5 ദിവസം കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ മാസം 18 വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രവചനം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അമൽ ചേരുന്നു. അമൽ, അതിതീവ്ര മഴ വരുന്നതായാണ് റിപ്പോർട്ട്. ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. പുതിയ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? വടക്കൻ കർണാടകയ്ക്കും മറാത്താവാഡയ്ക്കും മുകളിലായി നിലവിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. മറ്റൊരു ചക്രവാത ചുഴി വടക്കൻ തീരദേശ ആന്ധ്രാപ്രദേശിന് സമീപം മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലും
സ്ഥിതി ചെയ്യുകയാണ്. ഒപ്പം വടക്കൻ ഒഡീഷയ്ക്ക് മുകളിലും ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിനു പുറമെ കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തന്നെ തുടരുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് വിലയിരുത്തൽ. ജൂൺ 14, 17 തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും ജൂൺ 18 വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ജൂൺ 16 വരെ കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും 17-ന് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും റെഡ് അലർട്ടാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ നാളെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് മഞ്ഞ അലർട്ട് നിലനിൽക്കുന്ന ജില്ലയിൽ വ്യാപക മഴയാണ് രാവിലെ മുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജൂൺ 16, 17, 18 തീയതികളിലും ജില്ലയിൽ മഞ്ഞ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദ്യ. യെസ്, അടുത്ത 5 ദിവസം കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് റിപ്പോർട്ടുകൾ. വിശദാംശങ്ങൾ നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സാമ്പത്തിക വർഷത്തിന്റെ പകുതിയോടെ ബാങ്കിംഗ് മേഖലയിൽ കിട്ടാക്കടം വർദ്ധിക്കാൻ സാധ്യതയെന്ന് റിപ്പോർട്ട്. സുരക്ഷിതമല്ലാത്ത വായ്പകളുടെ എണ്ണം കൂടുന്നത് വെല്ലുവിളിയാണെന്നും റിപ്പോർട്ട്. ഇറാൻ-ഇസ്രായേൽ സംഘർഷം രൂക്ഷമായാൽ എണ്ണവില കുതിക്കുമെന്ന അഭ്യൂഹം. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $150 തൊടുമെന്ന് വിദഗ്ധർ. സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിക്ക് ശേഷം ഡിസംബറിൽ വീണ്ടും റിപ്പോ നിരക്ക് കുറയ്ക്കാൻ സാധ്യത. സമ്പദ്വ്യവസ്ഥയിൽ പണലഭ്യത ഉറപ്പാക്കാൻ റിസർവ് ബാങ്ക് ഇടപെടൽ വേണ്ടിവരുമെന്നും റിപ്പോർട്ട്. ഇന്ത്യൻ വിപണിയിൽ വിദേശ നിക്ഷേപകരുടെ പണമൊഴുക്കൽ തുടരുകയാണ്. ഒരാഴ്ചക്കിടെ നിക്ഷേപിച്ചത് 3346 കോടി രൂപ. ഇറാൻ-ഇസ്രായേൽ സംഘർഷം വെല്ലുവിളി. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലേക്ക്. ഇന്ത്യ-കാനഡ സാമ്പത്തിക സഹകരണം പുനരാരംഭിക്കുമെന്ന് സൂചന. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. This program is sponsored by KSFE. KSFE Smart Gold Overdraft. Digitally supercharge your gold.